നമ്മൾ എവിടെയായിരുന്നു പോകുന്നത്? നമ്മൾ എലിഫന്റ് സ്ട്രോക്ക് മനസ്സിലെ മോഹം നീയേ മധുപകരൂ നീ താരകേ. ഇന്നലെ രാത്രി ഒരുത്ത മെസ്സേജ് അയച്ചു, നമുക്ക് നാളെ ആനയടി കുത്തി പോവാം, കട്ടൻ ചായയൊക്കെ കുടിച്ച് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ടൊക്കെ വരാം. അങ്ങനെ ഞങ്ങള് പിറ്റേ ദിവസം രാവിലെ ഒരു 4 മണിയായപ്പോ ആനയടിക്കുത്തിലേക്ക് ഇറങ്ങി. പക്ഷെ ചായ എടുത്തോ? ചായ എടുക്കാൻ മറന്നുപോയി. സോ ചായക്ക് പകരം ഞങ്ങൾ ഫ്ലാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് കാണിച്ചാണ് എന്നെ തണ്ണി മൊത്തം കട്ടി ചോലുണ്ട്. ഹലോ ഗായ്സ്, ലെറ്റ്സ് ഗോ ടു ആനയടിക്കുത്ത്. ഗായ്സ്, ആദ്യമേ ഒരു ഡിസ്ക്ലൈമർ പറയാം. ഈ വീഡിയോ ഞങ്ങൾ സമ്മറിലെടുത്ത വീഡിയോ ആണ്, പക്ഷെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മൺസൂണിലാണ്. എങ്ങനെയുണ്ട് തണുപ്പ്? എങ്ങനെയുണ്ട്? ഞാനാണ് ഈ ഗ്രൂപ്പിൽ പെട്ടത്. അഖിൽ വിജയ്, തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പ് എങ്ങനെയുണ്ട്? നമ്മൾ എവിടെയായിരുന്നു പോന്നേ? അല്ല, എവിടെ പോന്നെ? നമ്മൾ എവിടെ പോണേ? നമ്മൾ സ്ട്രോങ് കാപ്പി പറഞ്ഞ മധുരം മീഡിയം. എലിഫന്റ് സ്ട്രോക്ക് എലിഫന്റ് സ്ട്രോക്ക് വന്നോ? സൂര്യൻ വരുന്നത് എന്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത വഴിയായിരുന്നു. ഞങ്ങൾ വെളുപ്പിനെയാ പോയത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവിടെ എത്തണം എന്നായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പോക്ക് കാരണം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളോട് എത്തിയത്. നോക്കി നിൽക്കുന്നവനാണ് അഖിൽ വിജയ്. അവനാണ് വെള്ളച്ചാട്ടം കാണിക്കാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നത്. അവരെന്താ നോക്കി നിൽക്കുന്നതെന്നറിയോ? വെള്ളച്ചാട്ടം. അവിടെ മൊത്തം മറ്റി വരണ്ട് കിടക്കുക. അവിടെ വെള്ളച്ചാട്ടത്തിന്റെ വാ പോലും ഇല്ലായിരുന്നു. വെള്ളച്ചാട്ടം കാണിക്കാന്ന് പറഞ്ഞത് എന്നെ കൊണ്ടുവന്നാണ്. മലയും കയറ്റി, വെള്ളച്ചാട്ടവും ഇല്ല, വെള്ളം വറ്റിപ്പോയിന്ന്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു എന്നാ അഖിൽച്ചേട്ടൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടം ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം, എന്താണ് അതിൻ്റെ ഒരു കാരണം? എന്താണ് മിസ്റ്റർ അഖിൽ വിജയ് ഇവിടെ വെള്ളമില്ലാത്തതിന്? നീരുറവകൾ, പ്രകൃതിക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടായി. നമ്മൾ വരുന്ന വഴി ഒരു കടയിൽ നിന്ന് ഒരു ഫ്ലാസ്കിൽ നമ്മൾ കട്ടൻ ചായയൊക്കെ എടുത്ത്. ആഹാ, എന്ത് ഇത് ഇത്ര കടുപ്പുണ്ടായിരുന്നോ? ഞാൻ പാട്ട് പാടാൻ പോന്നു. മധുപകരൂ നീ താരകേ, മനസ്സിലെ മോഹം നീയേ മധുപകരൂ നീ താരകേ. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിന്നാളം നീ, വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ. കൺമണി അൻപോട് കാതലൻ
എഴുതും കണിതമേ പൊന്മണി വീട്ടിൽ സൗഖ്യമാണ് നിങ്ങ് സൗഖ്യമേ. ആൺകുയിലൊക്കെ വരും. സൂര്യൻ ഉദിക്കുന്നതും ഞങ്ങൾ അവിടെ ഇരുന്ന് പാട്ട് പാടിയതും കിളികളുടെ സൗണ്ടും കാറ്റടിക്കുന്നതും മലയുടെ മണ്ടയിലിരുന്ന് ആ ഒരു ഏരിയ കാണാനും നല്ല രസമായിരുന്നു. ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്തത്. എടുക്കാൻ വേണ്ടി ക്യാമറ ഒളിപ്പിക്കാൻ പോകുന്നു. നമ്മളിത് ഈ ഷോപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ. ഓർഡർ ചെയ്തേ നമ്മള് 9 പൊറോട്ട, 1 അപ്പം, പിന്നീട് 3 മുട്ടക്കറി, 2 മുട്ടയിടാത്ത മുട്ടക്കറി. ഓക്കെ.